ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനം വരെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. മാഷ് ഓൾമോസ്റ്റ് എല്ലാ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്, ജില്ലാ സമ്മേളനത്തിൽ. അപ്പോൾ ഇതുവരെയുള്ള സമ്മേളനങ്ങളുടെ അനുഭവം ഒന്ന് വിശദീകരിക്കും. 24ാം പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2444 ലോക്കൽ സമ്മേളനങ്ങളും 209 ഏരിയ സമ്മേളനങ്ങളും 16 ജില്ലാ സമ്മേളനവും പൂർത്തീകരിക്കുകയാണ്. സമ്മേളനങ്ങളുടെ അനുഭവം പരിശോധിച്ചാൽ ക്രിയാത്മകമായ ചർച്ചയും വിമർശനവും സ്വയം വിമർശനവും അത് സംബന്ധിച്ചെല്ലാമുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമ്മേളനം വളരെ ഫലപ്രദമായി പൂർത്തിയാക്കപ്പെട്ടു എന്നുള്ളതാണ് ആവേശകരമായ ഒരു കാര്യം. മാത്രമല്ല, ലോക്കൽ സമ്മേളനം മുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള നിരവധി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ശരിയായ രീതിയിൽ ഒരു ജനകീയ വിദ്യാഭ്യാസം സർവതല സ്പർശിയായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേ ജില്ലകളിലുടനീളം കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ കായിക മേഖല ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയോടൊപ്പം കായിക മേഖലയിലും ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികളിലൂടെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ സമ്മേളനങ്ങൾ പൂർത്തിയായി എന്ന് മാത്രമല്ല, അതോടനുബന്ധിച്ച് നടന്ന നിരവധി പരിപാടികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയവും സംഘടനാപരവും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും നല്ലൊരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ സമ്മേളനങ്ങളിലൂടെ സാധിച്ചത്. സംസ്ഥാന സമ്മേളനം അതിൻ്റെ ഏറ്റവും നല്ല നിലയിലുള്ള പരിപാടികൾ ഇപ്പോൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുബന്ധ പരിപാടികളെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധേയമായ രീതിയിൽ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ രീതിയിൽ നടന്നു വരികയാണ്. ഈ ശരിക്കും നമ്മുടെ ചരിത്രം വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മേളനങ്ങളാകെ ഫീൽ ചെയ്യുന്ന ഒരു മുന്നേറ്റം, ഒരു CPM-ൻ്റെ അടിത്തറ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ജനകീയ മുന്നണി എന്നുള്ള നിലയ്ക്കും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമുക്കൊരു ആശാവഹമായ അവസരമല്ലേ ഇപ്പോൾ? വളരെ ആവേശകരമായ സംഭവമാണ്. നമ്മളോടൊന്നും പ്രതികരിക്കാതെ, നമ്മളോടൊന്നും സഹകരിക്കുകയൊന്നും ചെയ്യാതെ നിരവധി ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ അടിത്തറ വിപുലീകരണം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയായിട്ട് തന്നെ നടന്നു വരുന്നുണ്ട്. പാർട്ടി ശക്തിപ്പെടണം എന്ന ആവേശം, പൊതുവായിട്ടുള്ളൊരു ദിശാബോധം രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സമ്മേളനങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ഒരു പൊതുചിത്രം. ഈ പൊതുവായി ഇപ്പോൾ സമ്മേളനം ചേരുന്നത് തന്നെ സ്വയം വിമർശനം ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പല മാധ്യമങ്ങളും വിമർശിച്ചു എന്നുള്ള വലിയൊരു കുറ്റം പോലെ പലതും പ്രചരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് നമുക്ക് ബാധകമാക്കുന്ന കാര്യമാണോ? അല്ല, ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ, പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ കമ്മിറ്റിയും സെക്രട്ടറിയും തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് യഥാർത്ഥത്തിലൊരു വലിയ രീതിയിലുള്ള നവീകരണ പ്രക്രിയയാണ്. കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ നമ്മൾ 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച നിലപാടുകളും നയങ്ങളും അത് അത്രത്തോളമാണ് ഫലപ്രദമായി നടപ്പിലാക്കാൻ നമുക്കായത്. അതിലുള്ള വീഴ്ച എന്തായിരുന്നു? വിമർശനപരമായും സ്വയം വിമർശനമായും പരിശോധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ സംഘടനാ രീതി. അത് ചില ആളുകൾ അവിടെ വിമർശിച്ചു എന്നുള്ളതിനുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ ആദ്യം മുതലേ ഞാൻ ഇടപെട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വയം വിമർശനം ഉറപ്പാക്കുന്നതാണ് സമ്മേളനം. അല്ലാണ്ട് ഒരു പുതിയ അനുഭവം പോലെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. അതിനെ സംബന്ധിച്ചെല്ലാം മറുപടി അവസാനമായിട്ട് പറയും. അതെല്ലാം ചേർത്തുകൊണ്ടാണ് സമ്മേളനം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് പിന്നെ അവർ വേണ്ടത്ര മുമ്പത്തെ പോലെ ഫോക്കസ് ചെയ്ത് കൊടുക്കാതിരിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനവും സ്വയം അതാരെയും, അത് കേരളത്തിലെ പാർട്ടിയായാലും ഇന്ത്യയിലെ പാർട്ടിയായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ആരെപ്പറ്റിയും വിമർശിക്കാനുള്ള അവകാശം സംഘടനാ ബാധ്യതയുടെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന സഖാക്കൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏത് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും ഉണ്ട്. അതവർ നിർവഹിക്കുന്നുണ്ട്. ആ നിർവഹിക്കാതിരുന്നാലാണ് സംഘടനാപരമായ ദൗർബല്യം. വിമർശനം ഉണ്ടാവണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ആരെ കാര്യത്തിലായാലും കുഴപ്പമില്ല.
അതൊക്കെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് പാർട്ടി പരിഗണിക്കുക. ഇത് ഇന്ത്യയിലെ മറ്റ് ജനാധിപത്യ പാർട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു പ്രക്രിയ മറ്റൊരു പാർട്ടി നടക്കുന്നില്ല. ഇല്ല ഒരു പാർട്ടി നടത്താൻ സാധിക്കില്ല അവർക്ക്. ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് നോമിനേഷനാണ്. കോൺഗ്രസ് ആയാലും BJP ആയാലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോമിനേഷനല്ലേ. വളരെ അപൂർവ സന്ദർഭത്തിൽ മാത്രമാണ് അവർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ ആശ്രയിക്കുന്നത്. ഞങ്ങൾ അടിമുടി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനമാണ് പാർട്ടിക്കുള്ളത്. ബ്രാഞ്ച് മുതൽ ബ്രാഞ്ച് സെക്രട്ടറിയേ ഉള്ളൂ. ലോക്കൽ കമ്മിറ്റി വരുന്നത് ലോക്കൽ സമ്മേളനത്തിൽ നിന്നാണ്. ആ ലോക്കൽ സമ്മേളനത്തിൽ നിന്നാണ് ഏരിയ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. ഏരിയ സമ്മേളന പ്രതിനിധികളാണ് ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പോടൊപ്പം തന്നെയാണ് ജില്ലാ സമ്മേളന പ്രതിനിധികളെയും ഏരിയ സമ്മേളനം തിരഞ്ഞെടുക്കുന്നത്. ജില്ലാ സമ്മേളന പ്രതിനിധികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ജില്ലാ സെക്രട്ടറിയെയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് അവിടെ നിന്നാണ് സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. സംസ്ഥാന സമ്മേളനത്തിനാണ് അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസിലേക്ക് പങ്കെടുക്കേണ്ടുന്ന പ്രതിനിധികളെ തീരുമാനിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. അവിടെ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അടിമുടി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു രീതിയാണ് പാർട്ടി തിരഞ്ഞെടുപ്പ് രീതി. ഈ ഇത്ര സമ്മേളനം ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും വാർത്തകൾ പാർട്ടി സമ്മേളനം സംബന്ധിച്ച് വാർത്തകൾ താരതമ്യേന കുറവായി ഈ പ്രാവശ്യം കണ്ടത്. അതായത് അനാവശ്യമായ ഒരു പെരുപ്പിക്കലിനുള്ള അവസരം കിട്ടാത്ത തരത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ നടത്തി എന്നല്ല എൻ്റെ ഗൗരവപൂർണ്ണമായ രീതിയിൽ സമ്മേളനം നടത്തിയിട്ടുണ്ട്. സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ എന്തൊക്കെയോ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്നൊക്കെ പ്രചരണം നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ജില്ലാ സമ്മേളനം തീരുന്നതോടുകൂടി അവർക്ക് തന്നെ പറയേണ്ടി വന്നു താരതമ്യേന മെച്ചപ്പെട്ട രീതിയിലാണ് സമ്മേളനം പൂർത്തീകരിച്ചത് എന്ന് ഈ ഞങ്ങളെ ഏറ്റവും ശക്തിയായിട്ട് എതിർക്കുന്നവർക്ക് പോലും പറയേണ്ടി വന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വളരെ നല്ല അച്ചടക്കത്തോടു കൂടിയും നല്ല കാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി സംഘടനയെ എങ്ങനെ കുറേയും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആവേശത്തോടു കൂടി തന്നെയാണ് സമ്മേളനങ്ങൾ ഓരോന്നും പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവാണ് കൊല്ലത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരുക്കം പൂർത്തിയായ ഇതേപോലെ ചിട്ടയോടുകൂടി ആ സമ്മേളനം നടക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. വളരെ നല്ല നിലയിലാണ് അനുബന്ധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമ്മേളനത്തിന് ആവശ്യമായ ഫണ്ട് ഞങ്ങൾ പാർട്ടി മെമ്പർമാരുടെ കുടുംബങ്ങളിൽ കുറച്ച് മാസമായിട്ട് ഒരു ഉണ്ടിയ വെച്ചിരുന്നു, ഒരു ബോക്സ്. ആ ബോക്സിൽ കിട്ടിയിട്ടുള്ള പൈസ നമ്മളിപ്പോൾ ശേഖരിച്ചു. അപ്പോൾ ശേഖരിച്ചപ്പോൾ 2 കോടിയിലധികം റുപ്യ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുകയാണ്. പാർട്ടി മെമ്പർമാരുടെ കുടുംബങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയിരിക്കുകയാണ്. വിപുലമായ സമ്മേളനം നടത്താൻ തന്നെയാണ് സമ്മേളനം നടത്താൻ ആവശ്യമായ രീതിയിലുള്ള ദൂർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഒഴിവാക്കിക്കൊണ്ടുള്ള സമ്മേളനങ്ങളാണ് നടത്താൻ തീരുമാനിച്ചത്. ലളിതമായ രീതിയിലാണ് സമ്മേളനം നടക്കുക. ആ സമ്മേളനം നടത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഫണ്ട് ഒരു തരത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് പാർട്ടി മെമ്പർമാരുടെ കുടുംബങ്ങൾ തന്നെയാണ് നിർവഹിക്കുന്നത്. ഈ സംഘടനാ സമ്മേളനം ഇത്ര കൃത്യമായിട്ട് നടന്നു, ആശയപരമായ ഒരു അടിത്തറ കൂടി ഇങ്ങനെ ശക്തിപ്പെടുത്തുന്നുണ്ടോ മാഷ്? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയവും ആശയപരവും സംഘടനാപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ തിരുത്തലുകളും ആവശ്യമായ രീതിയിലുള്ള നവീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആളുകളെ പ്രായാധിക്യം അതുപോലുള്ള മറ്റു കാര്യങ്ങൾ കൊണ്ട് ഉൾപ്പെടെ സജീവത ഇല്ല എന്നുള്ളതിനെല്ലാം ഭാഗമായിട്ട് ഒഴിവാക്കുന്നുണ്ട്. നല്ലതുപോലെ കേഡർമാരെ, പുതിയ കേഡർമാരെ നല്ല മൂല്യവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെറിറ്റും അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുതിയ കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നും ഉണ്ട്. മാഷ് സമ്മേളനത്തോടനുബന്ധിച്ച് പറഞ്ഞ ഒരു തളിപ്പറമ്പിലൊരു പ്രസംഗം, ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ AI ഉൾപ്പെടെയുള്ളവ മാഷ് കൃത്യമായ നിലപാടാണ്. പക്ഷേ അത് ഒരു രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് എത്തി. വാസ്തവത്തിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗം സംബന്ധിച്ച് പാർട്ടി കൃത്യ നിലപാടുണ്ടല്ലോ. അതായത് മാർക്സിസത്തിൻ്റെ ഒരു പ്രത്യേകത ശാസ്ത്ര സാങ്കേതിക മേഖല ഉൾപ്പെടെയുള്ള സർവതല സ്പർശമായ മേഖലയിലുണ്ടാകുന്ന വളർച്ചയെയും പുതിയ പുതിയ കണ്ടെത്തലുകളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അതിവിപുലമായി ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സിസം. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുണ്ടാകുന്ന വളർച്ചയെ കാണാതിരിക്കുക എന്നത് CPIM-നെ പോലൊരു പാർട്ടിക്ക് അത് കണ്ടില്ല നടിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് കാണണം. കണ്ടതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കതിനെ വിശകലനം ചെയ്യാനാവണം. അങ്ങനെ വിശകലനം ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള രേഖ മാർക്സിസത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മാർക്സ് തന്നെ അതിൻ്റെ ആദ്യ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് മുതലാളിത്തത്തിൻ്റെ തകർച്ച.
ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണല്ലോ മുതലാളിത്തത്തിൻ്റെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉൽപാദനോപാധികൾ പൊതു ഉടമയിൽ സമൂഹത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന വളർച്ചയും സമൂഹത്തിൻ്റെതായിട്ട് മാറും. അത് സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാട്ടാണ്. ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പതിപ്പ് ഇപ്പോൾ ചൈന കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പൊതുവായി ചൈനയുടെയും അവരുടെ സോഫ്റ്റ്വെയർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കും അത് ഗുണപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് കുത്തക മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും ഒരു കാലമായത്. അവർക്ക് അവരുടെ കയ്യിലാണ് ഉൽപാദനോപാധികളുടെ ഭാഗമായിട്ട് ഉൾപ്പെടെ എത്തിച്ചേരുക. അവരുടെ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമാണ്. ആ ഒത്തുചേരുന്ന സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപാദന മേഖലയിലുള്ള ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത അതുപയോഗിച്ച് യും കൈകാര്യം ചെയ്താൽ ഇപ്പോൾ തന്നെ ഇന്നിപ്പം ട്രംപിൻ്റെ പ്രസ്താവന വന്നു 10,000 ആളുകളെ പിരിച്ചുവിടുകയാണ്. അവിടെയുള്ള സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പെട്ട അപ്പനെ കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഇപ്പം വാർത്ത വന്നിട്ടുള്ളത്. 10,000 ഇപ്പോൾ പിരിച്ചുവിടുന്നു. ഇനിയും എത്രയോ 10,000 പിരിച്ചുവിടുന്നതിനെ പറ്റിയാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? തൊഴിലുള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെടും. അവർ തന്നെ പറയുന്നത് സംവിധാനത്തെ പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഏതാണ്ട് 60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നാൽ മനുഷ്യൻ്റെ വാങ്ങൽ കഴിവുണ്ടാവില്ല. ജീവിതം വളരെ വളരെ ദുസ്സഹമാവും. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ഉയർന്നു വരും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. ദീർഘഭാവിയിൽ സോഷ്യലിസത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ യാത്ര. ഇത്രയേ ഉള്ളൂ. സോഷ്യലിസത്തിൻ്റെ ഞാൻ പറയുന്നത്രയേ ഉള്ളൂ. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥാവകാശം ജനങ്ങൾക്ക് ലഭിക്കുന്നൊരവസ്ഥ വരും. അതിനുവേണ്ടി ജനങ്ങൾ പൊരുതും. അതാണ് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന വിപ്ലവകരമായ വിജയകരമായ വിപ്ലവത്തിൻ്റെ സ്വഭാവം. അതിലൂടെ മാത്രമേ ലോകത്ത് ഈ പറയുന്ന പുതിയ ടെക്നോളജിയെ എങ്ങനെ ചൂഷണ ഉപാധിയായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ തൊഴിലില്ലായ്മ കൂടുതൽ ഉണ്ടാക്കാം എന്നതിന് പകരം ആളുകൾക്ക് അവരുടെ ജോലി സമയവും അതുപോലെ തന്നെ അതിൻ്റെ സങ്കീർണതയും ഒക്കെ കുറച്ച് ജനങ്ങളുടെ ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ ഭാഗമായി പൊതു ഉടമസ്ഥയിലേക്ക് കൊണ്ടുവരണം. അതാണ് ഞാൻ വിശദീകരിച്ചത്. ഈ ടൂൾ ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അതാണ് പ്രശ്നം. അവിടെ ടൂളിനെ പറ്റി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആറ്റം ബോംബുണ്ടാക്കി അത് അണുവിഭജിക്കാനാവില്ല എന്നായിരുന്നല്ലോ നമ്മുടെ ധാരണ. പക്ഷേ ആറ്റം വിഭജിക്കാമെന്ന് കണ്ടു. കണ്ടെത്തിയത് വളരെ വലിയ ശാസ്ത്രമാണ്. പക്ഷേ നാഗസാക്കിയിലും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഉപയോഗിച്ചു. ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി 2ാം ലോകമഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് അവസാനം കഴിഞ്ഞപ്പോൾ ഇവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബ് വർഷം നടത്തി ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ ഒരു ദുരിതത്തിലേക്ക് താഴ്ത്തുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലുകയും ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടല്ല. ശാസ്ത്രം എന്തിനു വേണ്ടി ആരുപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആറ്റം ബോംബിൻ്റെ അതിൻ്റെ കടന്നാക്രമ രൂപം നമ്മൾ കണ്ടത്. അപ്പോൾ സംവിധാനത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്രത്തോളം ഉപയോഗിക്കണം. കേരളം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത്രത്തോളം ഉപയോഗിക്കണം. പക്ഷേ നമ്മൾ കാണേണ്ടത് അത് യഥാർത്ഥത്തിൽ ഉൽപാദനോപാധികൾ കൈവശം വെക്കുന്ന മുതലാളിത്തത്തിൻ്റെ രീതിയിൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ വരുമ്പോൾ അത് സൃഷ്ടിക്കുന്ന അനന്തര പ്രത്യാഘാതം വളരെ കൂടുതലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ ബൂർഷ്വാസിയെ അവലംബിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ട് അവലംബിക്കാം. ഓരോന്നിൻ്റെയും മുന്നോട്ടേക്ക് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായ ശ്രമങ്ങൾ ബൂർഷ്വാസി ഇന്നേ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചാലും കാലം അങ്ങോട്ടേക്ക് നീട്ടാൻ മാത്രമേ സാധിക്കുള്ളൂ. ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഈ പ്രതിസന്ധി പുതിയ തരത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ലോകം ഒരു സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും തന്നെ നീങ്ങുകയാണ് ചെയ്യുക. അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പല രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ആ വ്യാഖ്യാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന
പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കേരള LDF സർക്കാരിൻ്റെ കെ ഫോൺ പദ്ധതി കാണാവുന്നതല്ല. ഈ സാങ്കേതിക വിദ്യ തന്നെ എങ്ങനെ ഒരാൾ നമ്മൾ ഉപയോഗിച്ചു. അത് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പാവപ്പെട്ട മനുഷ്യർക്ക്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക്, ആദിവാസി ഉൾപ്പെടെയുള്ളവർക്ക് ഫോൺ സൗകര്യം കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബൃഹത്തായ ഒരു പദ്ധതിയില്ലേ കെ ഫോണിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്യപ്പെട്ടത്. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ LDF സർക്കാരിൻ്റെ രണ്ടാം സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. സാധാരണ സർക്കാരുകളുടെ അവസാന വർഷം വലിയ പ്രതിസന്ധികളും പുകിലൊക്കെ ഉണ്ടാകും. അന്ന് ഇപ്പോൾ ഈ LDF സർക്കാരിൻ്റെ 10ാം വർഷത്തിലേക്ക് കടക്കാൻ നേരത്ത് വളരെ അനുകൂലമായ അന്തരീക്ഷം പൊതുവേ ഉണ്ടായിട്ടുണ്ട്. തികച്ചും അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് വെറുതെ സാഹചര്യം വന്നതല്ല. കേരളത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം. ഇപ്പോൾ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ട സ്ഥിതി കേരളത്തിലുണ്ട്. അല്ലാണ്ട് പട്ടിണി പങ്കുവെച്ചുകൊണ്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോയത്. 1957 VMSൻ്റെ ഗവൺമെൻറ് ചരിത്രത്തിലാദ്യമായി പാർലമെൻ്ററി സംവിധാനത്തിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ അമേരിക്കൻ CIE ഉൾപ്പെടെ ഇവിടെ ഈ ഗവൺമെൻറ് ഈ ചെറിയ സംസ്ഥാനമാണ്, ഇങ്ങേ അറ്റത്തൊരു ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്, അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല വിചാരിച്ചത്. എങ്ങനെയും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തെ, അത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടായാൽ പോലും അതിനെ തകർക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് പണം കൊടുത്തുൾപ്പെടെ അന്ന് വിമോചന സമരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയുണ്ടായി. അമേരിക്കയാണ് അതിന് പിന്നിൽ പണം ഇറക്കിയതെന്ന് ഇപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അന്നത്തെ ചില നേതാക്കന്മാരെ തന്നെ പണം കിട്ടിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു കാര്യം ചെയ്തു. അന്ന് കേരളത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു. 56 പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ ചേർന്നപ്പോൾ ജൂണിൽ, അന്ന് ഞങ്ങൾ പാർട്ടി സംസ്ഥാനത്തിൻ്റെ രേഖകൾ വായിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതെന്താ, എങ്ങനെയാണ് കേരളത്തെ പുനർനവീകരിക്കുക, പുതിയൊരു കേരളമാക്കി എങ്ങനെയാണ് രൂപപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കൃത്യമായൊരു പദ്ധതി ഈ 57 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി 56 തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് പ്രകടന പത്രിക ഉണ്ടാക്കിയത്. ആ പ്രകടന പത്രിക അനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്രന്മാരും കൂടി ചേർന്ന് 1957 ചരിത്രത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ്റാണ് ഇവിടുത്തെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മേഖല, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ഒരു പുതിയ ബോധം, ഒരു ദിശ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരേണ്ടുന്ന പ്രായമാകുമ്പോൾ ചേരണമെന്നും, പട്ടിണി പാവങ്ങളായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്, അതുകൊണ്ട് അവർക്ക് ഉച്ചക്കഞ്ഞി നൽകണം എന്നും തീരുമാനിച്ചത്. ദൂരവ്യാപകമായ ഒരു ഫലമുളവാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണിത്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, പട്ടിണിയിൽ നിന്നും ഒരു മോചനം, ഒരു നേരമെങ്കിലും അവർക്ക് ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഉച്ചക്കഞ്ഞി സംവിധാനം. അതിലൂടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു ഇടപെടൽ ആ രീതിയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞു. ഗവൺമെൻറ് പോയിട്ടും യഥാർത്ഥത്തിൽ ആ സംവിധാനം തുടർന്നല്ലോ. അങ്ങനെ വരുമ്പോഴെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, അന്ന് പഠിച്ച കുട്ടി ഇന്നത്തെ തലമുറ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 3ാമത്തെ തലമുറയാണ്. അന്നത്തെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടി അച്ഛനും അമ്മയായി. ആ അച്ഛനും അമ്മയും പിന്നീടുള്ള തലമുറയെ ഫലപ്രദമായിട്ട് പഠിപ്പിച്ചു. അതിൻ്റെ തലമുറയാണ്, അതിൻ്റെ പുതിയതാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ അവർ അഭ്യസ്തവിദ്യരായി എന്ന് പറഞ്ഞാൽ പറയാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടി. 2ാമത്തെ തലമുറ, 1ാമത്തെ തലമുറയും 2ാമത്തെ തലമുറയും വിദ്യാഭ്യാസം നേടി. ഇപ്പോഴുള്ള 3ാമത്തെ തലമുറ എന്ന് പറയുന്നത് പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, മുന്നോക്കത്തിലെ പിന്നോക്കം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ഒരു വിഭാഗം ഉണ്ടല്ലോ, ജനത. അവരുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പ്രൊഫഷണലുകളും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് മാറി. അങ്ങനെ അല്ലാത്തവരും കേരളത്തിലില്ല. ഇത് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം അവിടെയെല്ലാം അഭ്യസ്തവിദ്യരായ യുവാക്കളുണ്ട്. അവരെല്ലാം പ്രമാണിമാരുടെ മക്കളാണ്, ഭൂപ്രഭുവിൻ്റെ മക്കളാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളാണ്, അങ്ങനെയുള്ളവരാണ്. നേരെ മറിച്ച് കർഷക തൊഴിലാളിയിൽ നിന്ന്, കൃഷിക്കാരിൽ നിന്ന്, ഈ പറയുന്ന പട്ടികജാതി, പട്ടികവർഗ വിഭാഗം ഉൾപ്പെടെയുള്ളവരിൽ നിന്ന്
സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പ്രൊഫഷണൽമാരും അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യുവാക്കളും വളരെ വളരെ കുറവാണ്. ഇവിടെയാണെങ്കിൽ അതെല്ലാം ഉണ്ട്. ഇതാണ് കേരളത്തെ വേർതിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം പിന്നെ തൊഴിലില്ലായ്മയാണ്. ഈ തൊഴിലില്ലായ്മ പ്രശ്നത്തിൽ ഇടപെടാനാണ് പിണറായി വിജയൻ ഗവൺമെൻറ് രണ്ടാമത്തെ ടേം തീരുമാനിച്ചത് പ്രധാനമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംരംഭ പ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ തൊഴിൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്താനുള്ള ശ്രമം. അങ്ങനെ ഏതാണ്ട് 10 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ സാധിച്ചത്. സംരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 2.9 ലക്ഷം സംരംഭകരെയാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് സംരംഭങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സംരംഭമാണ് നമ്മൾ നടത്തിയത്. ഇനി KDESCിൻ്റെയും കേരള നോളേജ് എക്കണോമിയുടെയും ഭാഗമായിട്ട് ഒരു 10 ലക്ഷം ആളുകൾക്ക് കൂടി ഇപ്പോൾ തന്നെ തൊഴിൽ കൊടുക്കാൻ കഴിയും. ആ തൊഴിൽ കൊടുക്കാനുള്ള ബൃഹത്തായ പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ തൊഴിലില്ലായ്മയും നമുക്ക് ജന്മിത്വം അവസാനിപ്പിച്ച ഒരു നാട് എന്ന രീതിയിൽ കേരളത്തിന് പരിഹരിക്കാനാവും. ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും പോലെ ആലോചിക്കാൻ സാധിക്കുന്നതല്ല. കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. വ്യാവസായിക മേഖല നമ്മുടെ വലിയ മുന്നേറ്റം ഉണ്ടായി. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ശശി തരൂർ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, സ്റ്റാർട്ടപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ തന്നെ ഒരു വളർച്ച 45%. ഇന്ത്യയുടെ അതിനേക്കാളും താഴെയാണ്. കേരളത്തിൻ്റെത് സാർവദേശീയ ശരാശരിയേക്കാൾ 5 ഇരട്ടിയാണ്. 5 ഇരട്ടി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വലിയ മാറ്റമാണ്. 245% നമ്മുടെ വളർച്ച. അപ്പോൾ 5 ഇരട്ടി വർധനവ് നേടാൻ 40 നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ സാധാരണ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് പറയാം. എന്നാൽ ബിസിനസ് കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ചെകുത്താൻ്റെ നാടാണെന്നാണ്, ചെകുത്താൻ്റെ കളിയിടമാണെന്നാണ്, കളിസ്ഥലം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതായിരിക്കുന്നു, അത് ആഘോഷിക്കപ്പെടേണ്ടതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ നല്ല രീതിയിൽ 29 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ സംരംഭ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 1ാം സ്ഥാനത്തേക്ക് വന്നു. നല്ല രീതിയിലുള്ള മുന്നേറ്റമാണത് സൃഷ്ടിക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ സംരംഭ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആളുകളെ കണ്ടെത്താനും തൊഴിൽ കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരു 5-10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാധ്യത കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലും പുറത്തും ഒക്കെ ആയിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മാറ്റമായിരിക്കും. ആരോഗ്യരംഗം ലോകത്തിന് വിസ്മയം തീർക്കുന്ന രീതിയിലാണ് കേരളം കോവിഡ് പശ്ചാത്തലം കൈകാര്യം ചെയ്തത്. വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ഒരു ഹമ്പാക്കി മാറ്റാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയും കൈകാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. തീർച്ചയായിട്ടും സർക്കാരിനൊരു ഭാവി ഉണ്ടെന്ന് തന്നെയാണ് LDF സർക്കാർ. ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അതിൻ്റെ സംഘടനാപരമായ കഴിവും ശേഷിയും പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ അതിശക്തിയായ ഒരു മുന്നേറ്റം, അത് കഴിഞ്ഞ് 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 3ാം LDF ഗവൺമെൻറ്, അതിലേക്കാണ് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തുമ്പോഴാണ് മറുഭാഗത്ത് മുഖ്യമന്ത്രിമാരെ പറ്റിയുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അതിൽ ഇവരെല്ലാം ഉണ്ട്. KC വേണുഗോപാലനുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, ഇവിടുത്തെ KPCC പ്രസിഡൻ്റ്, ഇനിയും പേരൊക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള വലിയ തത്രപ്പാടിലാണ് കേരളത്തിൽ രാഷ്ട്രീയ നിലപാടുകളും അതുപോലെ അവരുടെ ഓരോരുത്തരുടെയും സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ യോഗത്തിൽ തന്നെ പറഞ്ഞത്, ഇനിയും ഞങ്ങൾക്ക് 3ാം പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കാനാവില്ല എന്ന ദുഃഖകരമായ സംഭവം അവർ അയവിറക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചത് യാതൊരു സംശയമില്ല, ഈ മുന്നേറ്റം തുടരും. ഒരു 10-20 കൊല്ലം കൊണ്ട് ഈ മുന്നേറ്റം തുടർന്നു പോയാൽ വികസിത രാജ്യങ്ങളിലെ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ എത്തിക്കുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട്
പാർട്ടി ഉദ്ദേശിക്കുന്നത്, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് കേവലമായിട്ടുള്ള ഒരു ഭരണം നിലനിർത്തുക എന്നുള്ളതല്ല. ഭരണം എന്തിനു വേണ്ടിയിട്ടാണ്? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പാവപ്പെട്ടവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പണം തരാതിരിക്കുന്നത്. 57,000 കോടി ഉറുപ്പികയാണ് കഴിഞ്ഞ കൊല്ലം തരാതിരുന്നത്. 7,000 കോടി ഉറുപ്പികയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി തരേണ്ടത്. അരി, അതായത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് 1,000 കോടി തരാൻ ബാക്കിയാണ്. എല്ലാ അർത്ഥത്തിലും കേരളത്തെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള അവരിപ്പോൾ കേന്ദ്രമന്ത്രിമാർ പറയുന്നത് പോലെ ഇവരെ പാപ്പരീകരിക്കും എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ അതിനെ അതിജീവിക്കും. നല്ല രീതിയിൽ കേരളം മുന്നോട്ടേക്ക് കുതിക്കും. 62 ലക്ഷം ആളുകൾക്കും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ ഈ പെൻഷൻ കൊടുക്കും. പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാര്യം. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. ഈ പ്രതിസന്ധിയാണ് പ്രശ്നം. ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയാക്കിയിട്ട് കേരളത്തെ മാറ്റുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ പാർട്ടിയും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ മാഷേ, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയോടൊപ്പം തന്നെ വർഗീയത 2 തരത്തിലും ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വർഗീയതക്കെതിരാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതിൽ പിന്നെ വിഭജിക്കപ്പെടുന്നുണ്ട്, അത് പറയാം. പക്ഷേ ഈ 20% എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ വർഗീയതക്കും അതുപോലെ തന്നെ അതിൻ്റെ അപകടകരമായ ചാതുർവർണ്ണ വ്യവസ്ഥ, അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുസ്മൃതിക്ക് മുമ്പുള്ള സ്മൃതി എന്ന് പറഞ്ഞാൽ അത് എഴുതപ്പെടാതെ അതിനേക്കാളും പ്രാകൃതമാണ്. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇവർ നിലകൊള്ളുന്നത്. എന്നിട്ട് ഇവർ സനാതനധർമ്മം പറയുകയാണ്. സനാതനധർമ്മം ഏത് ഘട്ടത്തിലാണ് രൂപപ്പെട്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചിലരോട് പറഞ്ഞത് അത് വേദിക്ക് കാലത്ത് നമ്മുടെ വേദ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാ? എല്ലാം ഫ്യൂഡലാണ്. ഫ്യൂഡൽ കാലഘട്ടമാണ്. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ഭാഗമാണ്. അവിടെ സവർണ മേധാവിത്വമാണ്, ബ്രാഹ്മണ മേധാവിത്വം. ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അരഞ്ഞു പോയവരാണ് ഇന്ത്യൻ ജനതയിലെ 85% ഹിന്ദു ജനവിഭാഗം. ഞാനത് ബോധപൂർവം തന്നെയാണ് ആ കണക്ക് അങ്ങനെ പറഞ്ഞത്. 85% വരുന്ന ഹിന്ദു ജനവിഭാഗം അടിമതുല്യമായ ജീവിതം നയിച്ച് അരഞ്ഞു പോയ ഒരു ജനവിഭാഗമാണ്. അവരുടെ മേലെയാണ് ഈ ജാതി ശ്രേണിയിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിച്ചത്. അത് ഭൂബന്ധത്തിലാണ് അതിൻ്റെ ചൂഷണം. ജന്മിത്വത്തിൻ്റെ ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ കാലത്തെ പറ്റിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി പറയുമ്പോഴും നല്ലപോലെ പൊള്ളണം. നല്ല ശക്തിയായ രീതിയിൽ തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പട്ടികജാതിക്കാരൻ, പട്ടികവർഗ്ഗക്കാരൻ, പിന്നോക്കക്കാരൻ, അതുപോലെ തന്നെ OBC എന്നെല്ലാം പറയുന്ന ഈ വിഭാഗങ്ങളൊന്നും യഥാർത്ഥത്തിൽ വർണ്ണമില്ലവരല്ല. അവരെല്ലാം വർണ്ണമില്ലാത്ത അവർണരാണ്. വർണ്ണം പോലുമില്ല. വർണ്ണമുള്ളവരിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരാണ്. കേരളത്തിലാണെങ്കിൽ ഈ ബ്രാഹ്മണർ കഴിച്ചാൽ പിന്നെ ഇവിടെ രാജവംശത്തിൻ്റെ ക്ഷത്രിയ എന്ന് പറയുന്നതൊക്കെ വളരെ വളരെ അപൂർവം, വിരലെണ്ണാവുന്നവരാണ്. വൈശ്യരാരും തന്നെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ആ ദൗത്യം ഇവിടെ നിർവഹിച്ചത് കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ആ വിഭാഗയല്ല. പിന്നെയുള്ളത് നായർ നമ്പ്യാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗമാണ്. അതിലും പ്രധാനപ്പെട്ട സമ്പന്നന്മാർ മാത്രം. അതിലൊരു വലിയ വിഭാഗം ആളുകൾ പാവപ്പെട്ടവരാണ്. അവർക്ക് വർണ്ണമുണ്ട് എന്നുള്ളത് സത്യമാണ്. 4 വർണ്ണം അതിൽ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഒരു 85%-ലധികം വരുന്ന മനുഷ്യർ ഈ വർണ്ണമില്ലാതെ ജീവിച്ചവരാണ് ഈ കേരളത്തിലുള്ളത്. അവിടെയാണ് ഇവർ സനാതനധർമ്മത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രതിഷേധിക്കുന്നതാണ് ചില ആളുകൾ പറയും. നിങ്ങൾ പ്രതിഷേധിക്കണം, സ്വന്തം പഠിക്കണം. എന്താണ് സനാതനധർമ്മം എന്ന് പഠിക്കണം. ഏത് കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു അതെന്ന് പഠിക്കണം. അപ്പോൾ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദാസ്യവേല കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഇതിൻ്റെ മറുവശമുണ്ട് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ SDPI. അതുണ്ട്, അത് പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്. അത് SDPI മാത്രമല്ല, SDPIയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ലീഗും ഒപ്പം ഗുണഭോക്താവായി കോൺഗ്രസും. ഇത് 4 കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കേരളത്തിൽ. അവരാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും 2 തെരഞ്ഞെടുപ്പിലും അവരാണ് യഥാർത്ഥ ഐക്യമുന്നണിയായിട്ട് മത്സരിച്ചത്, CPM-നും ഇടതുപക്ഷത്തിനെതിരായിട്ട്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്ത് പിന്തിരിപ്പനായാലും കുഴപ്പമില്ല, ഏത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തിയായ തിരക്കിടില്ല. BJP ആയാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും അതുപോലെ തന്നെ SDPI ആയാലും അവരെല്ലാം ഒരു മഴവിൽ സഖ്യത്തിൻ്റെ ഭാഗമായി ചേർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിനി 3-ാമത്തെ പ്രാവശ്യവും
ഈ പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അസഹിഷ്ണുത വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും രാഷ്ട്രീയമല്ല, ദൂരവ്യാപകമായ ഫലം ഇത് ഉളവാക്കും. VMS പറയുന്നത് പോലെ രണ്ടും കൂട്ടി ചേർത്താൽ 4 ആവില്ല. അത് പലപ്പോഴും തെറ്റായിരിക്കും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഈ കണക്കും കൂട്ടി നോക്കി പോയാൽ നമുക്കറിയാമല്ലോ, ബേപ്പൂരിൻ്റെയൊക്കെ അനുഭവം നമ്മൾ കണ്ടതാണ്. വടകരയും ബേപ്പൂരൊക്കെ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് കണ്ടതാണ്. എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് മുമ്പോട്ടേക്ക് പോയപ്പോൾ ആ വർഗീയ ശക്തികൾ കണക്ക് നോക്കിയാൽ അവർ ജയിക്കേണ്ടതാണ്, പക്ഷേ ജയിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ട് വരുത്തിയിട്ടുള്ളത്. വെറുതെ വന്നതല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ഫലപ്രദമായ ഇടപെടലിലൂടെ കേരളം എത്തിച്ചേർന്നത് അതിലേക്കാണ്. ഈ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകാൻ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾക്ക് ഇതൊന്നും പ്രതിസന്ധിയാണ് ചോദിക്കലുണ്ട് പത്രക്കാരെല്ലാം. ഈ പ്രതിസന്ധി ഒരു പ്രതിസന്ധിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വളർച്ചയ്ക്ക് പ്രതിസന്ധി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയം മാത്രമാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ ഇവിടെയുണ്ട്. അവർ ഒറ്റ കാര്യമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെ ലോകത്ത് ഒരു പ്രതിപക്ഷം പറയില്ല. അതിൽ നിന്നാണ് ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഉള്ളതുപോലെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ വയനാടിൻ്റെ കാര്യം കൂടെ ഒന്ന് മാഷമാണ്. ഇത്രയും വലിയ ദുരന്തം, വയനാടിൻ്റെ ദുരന്തത്തിന് സഹായിക്കത്തക്ക രീതിയിൽ ഒരു നിലപാടും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. മാത്രമല്ല സഹായിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. എന്നിട്ടാണ് ഇപ്പോൾ അവസാനം 529 കോടി റുപ്യ തരാം വായ്പയായിട്ട് പറഞ്ഞത്. 529 കോടി റുപ്യ വായ്പയായിട്ട് തരാമെന്ന് മാത്രമല്ല, അതിൻ്റെ നിബന്ധന അതിനേക്കാളും ഗൗരവമാണ്. എന്ന് പറഞ്ഞാൽ മാർച്ച് മാസമാകുമ്പോഴേക്ക് ആ പണം ചിലവാക്കണം. 45 ദിവസം കൊണ്ട് ഈ 529 കോടി റുപ്യ ചിലവാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ചെയ്യാൻ സാധിക്കും? നമുക്കവിടെ പുനരധിവാസത്തിന് വേണ്ടി കെട്ടിടം നിർമ്മിക്കണം, അതുപോലെ തന്നെ റോഡുണ്ടാക്കണം, പാലുണ്ടാക്കണം, ഇവരുടെ ആവാസ കേന്ദ്രം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഇടപെടലുണ്ടാവണം. അങ്ങനെയുള്ള ഒരു പുതിയ നിലപാടാണ് അവിടെ പുനരധിവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ. അതാണ് യഥാർത്ഥത്തിൽ 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കി ബില്ല് തരണം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, ഞങ്ങൾ കടം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ ഗവൺമെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് കേരളത്തെ മായ്ച്ചു കളയുക. ഇവർക്കിഷ്ടമല്ല കേരളത്തിൻ്റെ വളർച്ചയെ, കേരളത്തിലെ ജനങ്ങളുടെ ഉത്ബുദ്ധമായ രാഷ്ട്രീയത്തെ ഇവർ ഭയപ്പെടുകയാണ്. അതാണിപ്പോൾ യഥാർത്ഥത്തിൽ RSSും BJPയും കേന്ദ്ര ഗവൺമെൻറ്റും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അതിനെതിരായി കേരളീയമായ വികാരം ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി M.E. ഗോവിന്ദൻ മാഷാണ് ഇത്ര നേരം സംസാരിച്ചത്. കേരളത്തിൻ്റെ നടന്നു വരുന്ന പാർട്ടി സമ്മേളനങ്ങൾ, പിന്നെ LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന, അതിരൂക്ഷമായ അവഗണന, വയനാട് നമുക്ക് വായ്പ തന്നിട്ട് നമ്മൾ 45 ദിവസം മാത്രം തന്നിട്ട് നമ്മളെ ദ്രോഹിക്കുന്ന രീതി, എല്ലാ സമഗ്രമായ വിഷയമാണ് മാഷ് സംസാരിച്ചത്. അത്യുജ്വലമായ മുന്നേറ്റം പാർട്ടിക്കും LDF ഗവൺമെൻറ്റും ഉണ്ടാകുമെന്ന് തന്നെയാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വലിയ ഒരു ജനകീയ മുന്നേറ്റത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്ര നേരം മാഷ് സംസാരിച്ചത് നന്ദി, നമസ്കാരം.